ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് വെച്ചൊരു ഇഡ്ഡലി കേക്കാണ്. പിന്നെ ഒരു ഗ്ലാസ് മിൽക്കും പിന്നെ ഡയറി മിൽക്കും എടുത്തിട്ടുണ്ട്. ഡയറി മിൽക്ക് ഓപ്ഷനാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചെടുക്കാം. പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് നല്ലോണം പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ചേഞ്ച് ചെയ്യുക. അതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഓപ്ഷണലാണ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഇഡലിക്കൊക്കെ ആക്കൂലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കുക. ഹാഫ് ഗ്ലാസ് മിൽക്ക് മതിയാവും. നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചായിരുന്നു, പക്ഷെ അത്രയും വേണ്ട. ഹാഫ് ഗ്ലാസ് മിൽക്ക് മതി. കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ മതിയാവും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇഡലി കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ കൊണ്ട് 4 ഇഡ്ഡലി കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിൻ്റെ എണ്ണം കൂട്ടുക. ഇതുപോലെ നമ്മൾ നോർമൽ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഫോർക്കോ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക, വെന്തോ എന്ന് നോക്കുക. മാവ് ആ സ്റ്റിക്കിൽ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അത് വേറൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഡലി കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് ഇഷ്ടപ്പെടും. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.